പിന്നെ അവരുടെ കാര്യങ്ങളോട് കണ്ണുമടച്ച് എഗ്രി ചെയ്യാത്ത ആൾക്കാരെല്ലാം ടോക്സിക് ആണെന്ന് അത് അത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ പോരാ. മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ രണ്ട് സൈഡിൽ നിന്നും ചെയ്യണം. ഇതല്ലാന്നും ശരിക്കുള്ളത് എന്താണെന്നും പഠിപ്പിക്കണം. പണ്ട് ശരിക്കുള്ളത് എന്താണെന്ന് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടെ കിടപ്പുണ്ട്. കാരണം അവയർനെസ് ഭയങ്കര മോശമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ മെന്റൽ ഹെൽത്ത് എക്സ്പേർട്സിൻ്റെ അവൈലബിലിറ്റി മോശമാണ്, കുറവാണ് എന്നൊരു പ്രശ്നമുണ്ട്. എന്നാൽ മെന്റൽ ഹെൽത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അത്ര ചെറുതല്ലാതാണ്. ഒരുപാട് കോമൺ ആണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, പക്ഷെ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. പലർക്കും മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിന് ഒരു പ്രശ്നം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലല്ലോ. ഭൗതിക ശരീരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടും, കാഴ്ചയിൽ പ്രശ്നങ്ങളുണ്ടാകും, എന്തെങ്കിലും ഒരു കളർ വ്യത്യാസം വരുന്നതോ ഒരു മുഴ വരുന്നതോ വേദനയോ ഒക്കെ നമുക്ക് തൊട്ടറിയാൻ പറ്റും. ഒരു മാനസികമായിട്ടുള്ള നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, വാട്ട് ദ ബ്രെയിൻ ഡസ് എന്നാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൽ സ്വാഭാവികമായി അല്ലെങ്കിൽ നോർമലായിട്ട് നടക്കേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നോർമൽ എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. എത്രത്തോളം വ്യത്യാസം വന്നാലാണ് അബ്നോർമൽ ആകുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും ഇതിനിടയ്ക്ക് ആൾക്കാർ ഇത് സ്വഭാവമായി ദൂഷ്യമായിട്ടൊക്കെ അങ്ങ് വ്യാഖ്യാനിക്കും. ചിലപ്പോൾ ഇതിൻ്റെ ഈ വിക്ടിമായിരിക്കുന്ന ആളും അങ്ങ് വിചാരിക്കും അതാണ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ആണെന്ന് മനസ്സിലാകുക. ചിലപ്പോൾ ഒരു ചെറിയ മെഡിക്കൽ ഇൻ്റർവെൻഷൻ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമായിരിക്കും. പക്ഷെ അതിനെക്കുറിച്ചൊരു അവയർനെസ് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അതിനെ തുടർന്ന് തന്നെ ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത്, ടോക്സിക് എന്ന് പറയുന്ന വാക്ക് തന്നെ പണ്ട് ഒരു വിഷമാണ്, സീരിയസ് വാക്കാണ്, ഒരു വിഷമാണ് ഇത് ശരിക്കും പറയാം. അപ്പൊ അപ്പനെ നോക്കിയിട്ട് അപ്പൻ ടോക്സിക് ആണെന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞ ആളുകളുണ്ട്, സാർ അച്ഛൻ ഭയങ്കര ടോക്സിക് ആണ്. ഞാൻ പൊതുവെ അങ്ങനെയുള്ള അഭിപ്രായങ്ങളോട് ഞാൻ അങ്ങനെ ഹൈപ്പറായിട്ട് പ്രതികരിക്കില്ല. എന്താ അങ്ങനെ തോന്നാൻ ഇങ്ങനെ വളരെ കാമായിട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കും പുള്ളി വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് അച്ഛൻ സമ്മതിച്ചു കൊടുക്കാത്താണ് പ്രശ്നം. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പക്ഷെ പുള്ളി മനസ്സിലാക്കിയിരിക്കുന്നത് ഇതാണ് ടോക്സിക് എന്നാണ്. ഈ പ്രണയബന്ധത്തിലൊക്കെ പലപ്പോഴും ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരാളുടെ സ്വകാര്യത, അയാളെ വ്യക്തിയെ അംഗീകരിക്കാതിരിക്കുക, പ്രോപ്പർട്ടിയാക്കി മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള എക്സ്റ്റെൻഡിലേക്ക് പോകുമ്പോഴാണ് അത് ടോക്സിക്. പലപ്പോഴും മിക്കവാറും വിക്ടിമിന് മനസ്സിലാവില്ല മറ്റേ ആൾ ടോക്സിക് ആണ്, അല്ലെങ്കിൽ അയാൾ ഉള്ളത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ തന്നെ പാടാണ്. അതെ, പക്ഷെ അത് ശരിക്കും ടോക്സിസിറ്റി അറിയാത്തതുകൊണ്ടാവണം നമുക്കിത് പെട്ടെന്ന് ടോക്സിക് ആണെന്ന് പറയുന്നത്. അങ്ങനെ വിഷയമുണ്ട്. ഈ ചില കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഇപ്പം മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് വളരെ കുറച്ച് പഠിത്തം മാത്രമുള്ളൊരു ഏരിയ ആണ്, ഇല്ലെങ്കിൽ കുറച്ച് ദുർഗ്രഹമാണ്. ഇപ്പോൾ MRI സ്കാനിങ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ തലച്ചോറിലെ പല കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ MRI സ്കാനിങ് വന്നിട്ട് അധികം കാലമായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ചൊരു അത്രയും പ്രോഗ്രഷൻ വന്നിട്ടില്ലാത്തൊരു ഏരിയ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അത്രയും പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. ഈ സൈക്കോളജി എന്ന് പറയുന്നത്, ഞാനൊരു കോളേജ് അധ്യാപനം, എൻ്റെ കോളേജിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ എനിക്കറിയാം കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയമാണ് സൈക്കോളജി. ഈ സൈക്കോളജി പക്ഷേ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല ഈ താല്പര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, ഇതൊരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന റിസർച്ച് ഒന്നുമല്ല. പക്ഷേ അങ്ങനെ അത് നമ്മൾ പബ്ലിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സൈക്കോളജി പഠിച്ച ആളിന് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് സൈക്കോളജി പഠിച്ചതല്ലേ എന്നാ പറഞ്ഞാൽ ഇപ്പം എന്താ ചിന്തിക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ കരുതുന്നത് പിന്നെ ഈ സിനിമയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റീരിയോ ടൈപ്പ് സൈക്യാട്രിസ്റ്റുമാരുണ്ടല്ലോ, അതായത് മറ്റേ ഈ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരിക, പിന്നെ മണിച്ചിത്രത്താഴ് സിനിമ കാണിക്കുന്ന പോലെ മറ്റേ എന്താണ് അകത്ത് കിടക്കുന്ന സൈക്കിക് വൈബ്രേഷൻസ് തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഭയങ്കര അതീന്ദ്രിയമായിട്ടുള്ള കുറേ കഴിവുകളുള്ള ഒരു ശാസ്ത്രമായിട്ടാണ് ഈ സൈക്കോളജി ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. രണ്ട്, ഈ സൈക്കോളജിക്കൽ എന്നുള്ള സംഗതിയുടെ ഒരു ന്യൂറോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് ഈ ന്യൂറോ സയൻസിൻ്റെ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളിലുള്ള ഭയങ്കരമായ വളർച്ച ഈ നമ്മുടെ ഈ അറിവിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ഈ സൈക്കോളജിസ്റ്റുകളിൽ പോലും അത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവണമെന്നില്ല. കാരണം അത് വേറെ തന്നെ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ആ വിഷയം പഠിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സൈക്യാട്രിസ്റ്റ് വേഴ്സസ് സൈക്കോളജിസ്റ്റ് ക്ലാഷ് ഭയങ്കര കോമൺ ആണ് നമ്മുടെ നാട്ടിൽ. അത് പക്ഷേ ഇതിൻ്റെ ഈ പ്രൊഫഷനിലുള്ള ആൾക്കാർ സമ്മതിച്ചു തരില്ല. പക്ഷെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സൈക്കോളജിസ്റ്റിന് പൊതുവെ മെഡിസിനോട് താല്പര്യമില്ല, അവർ തെറാപ്പിയാണ്, അവർ ഇൻ്റർവെൻഷൻ അങ്ങനെയാണ് ചെയ്യുന്നത്. സൈക്യാട്രിസ്റ്റിന് മെഡിസിനാണ്, സൈക്യാട്രിസ്റ്റിൻ്റെ എക്സ്പെർട്ട് ഏരിയ ആണ്. നമ്മുടെ കയ്യിൽ ചുറ്റിയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതെല്ലാം ആണിയാണെന്ന് കരുതുന്നത്. സൈക്യാട്രിസ്റ്റ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് മെഡിസിനൽ പാർട്ടിലാണ്, ആ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷനിലാണ്. ഇത് ഏതാണ് ബെറ്റർ? ഇത് ശരിക്കും കുറച്ച് സെൻസിബിളായിട്ട് സംസാരിക്കുന്ന കുറച്ചുകൂടി എക്സ്പെർട്ടീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആളുകൾ പറയുന്നത്, നിങ്ങളിത് ഇതല്ലെങ്കിൽ അത് എന്നുള്ളൊരു ലൈനിൽ പിടിക്കരുത്. ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് മെഡിസിൻ്റെ ആവശ്യം വരില്ല, നിങ്ങൾക്ക് ചിലയിടങ്ങളിൽ തെറപ്പി മാത്രം, അതൊരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ മാത്രം മതിയായി. ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ
കോഗ്നിറ്റീവ് റീസ്ട്രക്ചർ, അങ്ങനെ കുറേ വാക്കുകൾ അവർ ഉപയോഗിക്കും. നമ്മുടെ ചിന്താഗതിയിലുള്ള പാറ്റേണുകളെ തിരിച്ചറിഞ്ഞ് മാൽ ആയിട്ടുള്ള തോട്ട്സ് എന്ന് പറയും. അതായത് നമുക്ക് നോർമലി ഗുണം ചെയ്യാത്ത തരത്തിലുള്ള തിങ്കിങ് പാറ്റേൺ നമുക്കുണ്ട്. അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഏൺ ചെയ്തെടുക്കുന്നതായിരിക്കും. അതിനെ മാറ്റാൻ ശരിയാക്കി എടുക്കാനുള്ള ടെക്നിക്കുകളുണ്ട്, അത് ചെയ്യാം. പക്ഷെ ആ ടെക്നിക്ക് കൊണ്ട് മാത്രം വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഇൻറ്റൻസിറ്റി ഉള്ള ചില കേസുകളിൽ ചിലപ്പോൾ മെഡിസിൻ കൂടെ ചേർത്തായിരിക്കും അത് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് പലപ്പോഴും ഒരു തർക്കമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അതൊരു ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ഈഗോയുടെ ഭാഗമാകാം. പിന്നെ മറുവശത്ത് ആക്ച്വലി സംഗതി എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ ഒരുപാട് ഇപ്പോൾ അംഗനവാടികളിലോ പഞ്ചായത്തുകളിലോ ഒക്കെ കേന്ദ്രീകരിച്ച് ഒരുപാട് ഹെൽത്ത് അവയർനെസ് ക്യാമ്പയിനുകൾ നമ്മൾ നടത്തും. ഡോക്ടർമാർ വന്നിരുന്ന് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതിനുള്ളൊരു ക്ലാരിറ്റി മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള സംഭാഷണത്തിൽ പൊതുവെ കാണാറില്ല. അത് ചിലപ്പോൾ മാക്സിമം പോയി പറയാൻ പറ്റുന്നത് ഇങ്ങനെ അസുഖങ്ങളുണ്ട് എന്നും ഈ അസുഖങ്ങൾക്ക് ചികിത്സ സാധ്യമാണ്, ശരിയാണ്, പക്ഷെ അത് പോരാന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഈ സംഗതികൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് താല്പര്യമുള്ള മേഖല ആയതുകൊണ്ട് ഞാൻ കുറേ ഇതിൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരുപാട് സൈക്യാട്രിസ്റ്റുമാരും സൈക്കോളജിസ്റ്റുമാരും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു സയൻസ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് പുസ്തകം വായിച്ചാൽ കുറേയൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ബ്രെയിനിൻ്റെ പ്രവർത്തനമാണ് മൈൻഡ്. നമ്മൾ മൈൻഡിനെ കുറിച്ചാണല്ലോ സൈക്കോളജി. അപ്പോൾ ബ്രെയിനിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അത് പഠിച്ചു വെച്ചേക്കുന്ന മെമ്മറി, അതിൽ നിന്ന് നമ്മൾ കിട്ടിക്കുന്ന കണ്ടീഷൻ, ഇതെല്ലാം ചേർത്താണ് ബ്രെയിനിൻ്റെ പ്രവർത്തനം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക സിറ്റുവേഷനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രതികരണം ഒരേ സിറ്റുവേഷനോട് പല ആളുകൾ പല രീതിയിൽ പ്രതികരിക്കും. അപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മുടെ തോട്ട്സിനെ നമ്മൾ പല ലെവലിലായിട്ട് പറയും. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ, ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ എൻ്റെ മുമ്പ് വന്നിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്, ഇയാൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുകയാണ് ദേഷ്യത്തിൽ. അപ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ അങ്ങോട്ട് ദേഷ്യപ്പെടും, ഇയാളാണ് പോയി എൻ്റെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായി സംഭവിക്കുന്നത് മനസ്സിലാകാതെ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ നമുക്കറിയാം എല്ലാവരും ഒരുപോലെ പ്രതികരിക്കില്ല. അപ്പോൾ ആ പ്രതികരണത്തെ നയിക്കുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് തോട്ട്സാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആലോചിച്ച് ഇങ്ങനെ പ്രതികരിക്കാം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ പ്രതികരിക്കുന്നത്. അതിനാണ് നമ്മൾ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് വിളിക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് തോട്ട്സിൻ്റെ പിന്നിൽ വേറൊരു ലെവലുണ്ട്, അതിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് തോട്ട്സ് എന്ന് വിളിക്കും. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചില റൂൾസാണ്. നമ്മൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കേണ്ടതാണ്, എന്താണ് നല്ല രീതി, എന്താണ് മോശം രീതി, ഇത് നമ്മൾ ചില റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ റൂൾസാണ് നമ്മുടെ ഓട്ടോമാറ്റിക് തോട്ട്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ആ റൂൾസ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളുടെ ബിഹേവിയർ വരുന്നത്. ഇതിൻ്റെ അടിയിലൊരു സംഗതിയുണ്ട്, അതിന് നമ്മൾ പൊതുവെ കോർ ബിലീഫ് എന്ന് വിളിക്കും. സൈക്കോളജിസ്റ്റുകളുടെ ഭാഷ കോർ ബിലീഫാണ്. ഈ കോർ ബിലീഫുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റൂൾസ് ഉണ്ടാക്കുന്നത്. കോർ ബിലീഫ് എന്ന് പറഞ്ഞപ്പോൾ ഈ കോർ ബിലീഫ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഈ ലോകത്തോട് ഇടപെട്ട് ചുറ്റുപാടുള്ള മനുഷ്യരോടും സാഹചര്യങ്ങളോടും ഇടപെട്ട് നമ്മൾ ലോകത്തെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന അടിയുറച്ച ധാരണകളാണ്.